യുണീക്ക് ആയിട്ടുള്ള സാരീസ് നോക്കുന്നവർക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ. മൊഡാൽ ചന്തേരി ഫാബ്രിക്കിൽ ഒരു ബോവൺ ആയിട്ടുള്ള ചെറി ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൽ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഡോട്ടഡ്, ഇതിലൊരു സ്ട്രൈപ്സ്, ഡയഗണൽ സ്ട്രൈപ്സ് പോലെയാണ്. നമ്മൾ ഷിബോരി പാറ്റേണിൻ്റെ ഒക്കെ പോലത്തെ പ്രിൻറ്റ് പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ഭംഗിയുള്ളൊരു വയലറ്റും ലാവൻഡർ ആൻഡ് ഒരു ഡാർക്ക് വയലറ്റ് ടോണിലാണ് ഇതിൽ ആ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ വൈറ്റിൻ്റെ ഒരു ടിൻറ്റും കൂടെ, വൈറ്റിൻ്റെ ഒരു സ്ട്രൈപ്സ് തിരിച്ച് ഈ ഒരു ഡയറക്ഷനിലും പോകുന്നുണ്ട് കേട്ടോ. ഒരു ലോങ്ങർ വ്യൂ നോക്കുമ്പോൾ ഒരു ഷിബോരി പാറ്റേൺ പോലെയാണ്. ആൻഡ് ഡോട്ട്സ് വരുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ്. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് AHR കോഡിലാണ്. AHR 321 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. ആൻഡ് 3599 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ പല്ലു ഡീറ്റെയിലിംഗ് ഉണ്ടോ, പല്ലുവിലും ഒരു ടിഷ്യൂ വിവിങ് സ്റ്റൈലിൽ വരുന്ന സ്ട്രൈപ്സ് പോലെ വരുന്ന പല്ലു ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ ഫാബ്രിക് ചന്തേരി, മൊഡാൽ ചന്തേരി ഫാബ്രിക്, മൊഡാൽ ഫിനിഷിൽ ചന്തേരി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഫോൾ ചെയ്ത് കിടക്കുന്ന ഫാബ്രിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല നല്ല ഭംഗിയായിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നല്ല പ്രെറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്ന ഇതിൽ തന്നെയുള്ള ആ ഒരു ലൈറ്റർ കളറിലുള്ള ബ്ലൗസാണ്. സെയിം ഫാബ്രിക്, ഇതുപോലെ തന്നെ ഡാർക്ക് ടോണിൽ ബോർഡർ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഡോട്ട്സ് വരുന്ന പോലത്തെ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കിനകത്ത് ഏറ്റവും ഭംഗിയായിട്ടുള്ള, ഇന്നിപ്പോൾ നമുക്കിവിടെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഈ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ സാരീസാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും ഭംഗിയായിട്ട് വന്നേക്കുന്ന വർക്ക് പാലറ്റിലൊന്നാണ് ആപ്ലിക് വർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇന്ന് ആപ്ലിക് വർക്കിൻ്റെ കളക്ഷനാണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത് വളരെ ഭംഗിയായിട്ട് വന്നേക്കുന്ന ആപ്ലിക് വർക്കിൽ ചെയ്തേക്കുന്ന കളക്ഷൻസാണ്. അപ്പം നമ്മൾ നോർത്ത് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നമ്മുടെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ആപ്ലിക് വർക്ക് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ ഓർഗൻസ ഫാബ്രിക് യൂസ് ചെയ്ത് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇന്ന് പിങ്ക് കളറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ. ഇത്രയും കളേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം ഈ കളേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ BLD 282 എന്ന കോഡിനകത്ത് 2549 പ്രൈസ് റേഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കി, 2549 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇൻ കേസ് നമ്മുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ഇതിൻ്റെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ബൾക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ പീസസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമുണ്ട്. www.aham.store എന്നുള്ള വെബ്സൈറ്റിനകത്ത് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും വാട്സപ്പിൻ്റെ പോലത്തെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ ഐക്കണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് കളറാണോ കോഡാണോ വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ടൈം ഫ്രെയിമിലുള്ള വേണ്ടതെന്നുള്ളതുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. ഇന്നത്തെ ഈ ഫാബ്രിക് വന്നേക്കുന്നുണ്ടല്ലോ, സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്താണ്. സിൽക്കി കോട്ട ഫാബ്രിക് പവർ ലൂമിൽ ചേർത്തേക്കുന്ന ഫാബ്രിക്കിനകത്താണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോരോ കളേഴ്സായിട്ട് കാണാം. ഫസ്റ്റ് വന്നേക്കുന്നത് പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡിനകത്ത് അപ്പർ പോർഷനിലും ലോവറിലും പല്ലുവിലും ഫുള്ളായിട്ട് ഓർഗൻസ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നത്. ഔട്ട്ലൈൻ ചെയ്താണ് ഇതിനെ ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടാട്ടോ ഫിനിഷ് ചെയ്തേക്കുന്നത്. മോൾ പോർഷനിൽ നമ്മൾ കട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ റീഇൻഫോഴ്സ് ചെയ്ത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പം ഓർഗൻസ ഫാബ്രിക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അടിയിൽ കൊടുത്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവും. ഇതുണ്ട്, നമുക്ക് ക്ലോസറിൽ നോക്കുമ്പോൾ കാണാം അത് ഓർഗൻസ ഫാബ്രിക്കാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളറ്. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് പിങ്ക് ആണെങ്കിൽ ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്ന പീച്ചാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നോക്കുമ്പം കാണാനായിട്ടും പറ്റും. ഇത് കോഡ് വന്നേക്കുന്നത് BLD 282 ആണ്. 2549 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പം പീച്ച് കളറ് ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ദേ ഇങ്ങനെയാണ്. ബോഡിയിലും അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടീസും വന്നിട്ടുണ്ട്. അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ്. ആൻഡ് കണ്ടോ, നല്ല സ്ട്രെങ്ത് ഉള്ള ഫാബ്രിക്കാണ്. പക്ഷേ എന്നാലും ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. വലിച്ചാലൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് പോവില്ല. എങ്കിലും സിൽക്കി കോട്ട ഫാബ്രിക് ഒക്കെ ആയത് കാരണം തന്നെ നമ്മൾ ഇച്ചിരി ഇതായിരിക്കണം. അപ്പം സ്ലീവ്സ് ഒക്കെ തയ്ക്കുന്ന സ്ഥലത്തും ആ ഒരു സ്ട്രെച്ചിങ് വരുന്ന പോർഷനിലൊക്കെ ഒരു ഇച്ചിരി ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറബിളായിട്ട് നിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫസ്റ്റ്.
ഫസ്റ്റ് കളർ വന്നേക്കുന്നത് പീച്ച്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മിൻറ്റ് ചേർന്നിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതിനകത്തും നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണുമ്പോൾ കാണാനായിട്ട്. ഞാൻ ഫേസിൽ നമ്മളിങ്ങനെ വെച്ച് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു സ്കൈ ബ്ലൂവും ടർക്കോയിഷും കൂടെ. ഇതിപ്പം വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. ആൻഡ് ലാസ്റ്റ് വൺ ബാപ്റ്റിസം പോലത്തെയൊക്കെ ഫംഗ്ഷൻസിന് നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെയധികം പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഈ ഓഫ് വൈറ്റ് ഷെയ്ഡ്സ്. ഓഫ് വൈറ്റ് ഷെയ്ഡ്സിനകത്ത് ഇപ്പം നമ്മുടെ ബേബീസിൻ്റെ തീം അനുസരിച്ച് ഇപ്പം ബ്ലൂ ആണെങ്കിലും ബേബി പിങ്ക് ആണെങ്കിലും ലൈലാക്ക് ആണെങ്കിലും ഒക്കെ കളർ തീംസ് അനുസരിച്ചല്ലേ നമ്മളിപ്പോൾ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കളേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ പിബിൻ്റെ പോർഷനിൽ ചെറുതായിട്ടൊന്ന് ഷുഗർ ബീഡ് കൊടുത്തോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് കൊടുത്തോ ഒക്കെ ചെയ്തെടുത്താലും ഒരു ഡിസൈനർ ലുക്കിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പം ഈ സാരീസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് BLD 282 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നതോ 2549 ആണ്. ഇത് മൾട്ടിപ്പിൾ പീസസ് ചെയ്യുവാണെങ്കിൽ എത്ര ടൈം ഫ്രെയിം വരുമെന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയും. അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ www.aham.store. ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ ഏറ്റവും അധികം ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ ഏറ്റവും ഫൈൻ ആയിട്ടുള്ളൊരു പോകുന്ന വർക്കാണ് നമ്മളിവിടെ കാണുന്ന കച്ച് വർക്ക്. കച്ച് വർക്കിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുള്ള പ്യുവർ ടിഷ്യൂ ഫിനിഷ്ഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് പൈപ്പിംഗ് ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ലിനൻ സാരീസിൻ്റെ കളക്ഷനിലോട്ട് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെയും സ്വാഗതം ചെയ്യാണ്. ഈ ഒരു സാരി എന്ന് പറയുന്നത് മസ്റ്റ് ബൈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒത്തിരി ഹാൻഡ് ആൻഡ് പ്രോസസ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത് ടിഷ്യൂ ലിനൻ വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ഫാബ്രിക്കിൽ ടൈ ആൻഡ് ഡൈ പാറ്റേണിനകത്ത് ഒരു മാർബിളിംഗ് ഇഫക്റ്റോട് കൂടി വന്നേക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിൽ. അതിൻ്റെ കൂടെ തന്നെ കച്ച് വർക്കിൻ്റെ ഡാർക്കർ ആൻഡ് ലൈറ്റർ ഷെയ്ഡ്സിലുള്ള കച്ച് വർക്കിൻ്റെ മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ സാരിയിൽ പോകുന്നുണ്ട്. ആൻഡ് ഹെവി ആയിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്, ചെറിയൊരു സീക്വൻസ് ഒരു ഗോൾഡൻ ടിഷ്യൂവിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യുമ്പോൾ ഒരു റിച്ച്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 3 ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ വന്നിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ സാരിയുടെ ബ്ലൗസും അതേപോലെ തന്നെ ഹെവി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവ്സിലും ഹെവി സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ ഇത്രയും അതിനുശേഷം ബോർഡറുമായിട്ടാണ് നമ്മളതിനെ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ 2 സ്ലീവ്സ് കാണുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൗസാണ്. ഇപ്പോൾ സാരി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്നില്ലെങ്കിൽ ഫ്രണ്ട് ബ്ലൗസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ബ്ലൗസ് ആയിട്ട് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് ക്ലാസി ആയിട്ടും എലിഗൻ്റ് ആയിട്ടും വെയർ ചെയ്യാനായിട്ടുള്ള കളക്ഷൻസാണ്. ഇപ്പം ഗ്രീൻ കളർ മാത്രമല്ല നമുക്കിന്നുള്ളത്, മോവ് ഷെയ്ഡുണ്ട്, പീച്ച് ഷെയ്ഡുണ്ട്, ഒലീവ് ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ്, ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് KSD 157 എന്ന കോഡിലാണ്. KSD 157 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2929. ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റ്സ്, ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത്, കച്ച് വർക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് നമ്മളിപ്പോൾ കണ്ടു, ഗ്രീൻ കളർ. സെക്കൻഡ് കളർ വന്നേക്കുന്നത് മോവ് പിങ്ക്. മോവ് പിങ്ക് കളറും ഇതേപോലെ തന്നെ ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സാരിയിലും ഗ്രീൻ സാരിയിലേലോ എല്ലാ സാരിയിലും ഒരേപോലെ തന്നെ റെഡ് കളറിലെ പൈപ്പിംഗ് ബോർഡേഴ്സാണ്. അത് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന സാരി ആയത് കാരണം തന്നെ റെഡ് കളറിലാണ് എല്ലാത്തിൻ്റെയും പൈപ്പിംഗ് ബോർഡേഴ്സ് വന്നത്. സാരി ഉടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിച്ച് ഫീലിംഗ് അതുപോലെ വരുന്നുണ്ട്. ഫുൾ സാരിയിൽ ആ സ്റ്റോൺ വാഷ് ഇഫക്റ്റ് വന്നിട്ടുണ്ട്. മെറൂണും പീച്ചും കോമ്പിനേഷനിലാണ് അതിനകത്ത് കച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന എലിഗൻറ്റ് പല്ലു ആൻഡ് ബ്ലൗസ്. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. നല്ല റിച്ച് ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസിൻ്റെ ബോഡി കളറിനേക്കാളും ആ ഷെയ്ഡിങ്ങിനകത്ത് വന്നേക്കുന്ന ഡാർക്ക് പാലറ്റിലാണ് എൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രേ ഷെയ്ഡ്. ഗ്രേയിലും ആ ഒരു നമ്മൾ റോക്കിൻ്റെയൊക്കെ പുറത്ത് കാണുന്ന പോലെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺസിലാണ് അത് വന്നേക്കുന്നത്. ഗ്രേയിൽ തന്നെ ലൈറ്റർ ആൻഡ് ഗ്രേയിഷ് ഇതും ബ്ലാക്കിഷ് ഗ്രേയും വന്നിട്ടുണ്ട്. കച്ച് വർക്കിനകത്തും സ്കാറ്റർ ചെയ്ത് ഇതിൻ്റെ കൂടെയും ആ റെഡ് ആൻഡ് മെറൂൺ ഡബിൾ ഷെയ്ഡഡ് ബോർഡർ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ബ്ലൗസിനകത്ത് കോൺട്രാസ്റ്റ് അല്ലാതെ സട്ടിൽ ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഡാർക്ക് പാലറ്റിൽ ഹെവി ആയിട്ട് നിൽക്കുന്ന ബ്ലൗസ്.
നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റോഴ്സിൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോറിൽ വരുമ്പോൾ ഒന്ന് ചോദിച്ച് ഈ സാരി ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും നമുക്ക് ചെയ്തു തരണേ. ഇതേ നല്ലൊരു കളറല്ലേ. ഇതിൽ കാന്താ വർക്ക് ചെയ്തതും കച്ച് വർക്ക് ചെയ്തതും കൂടാതെ ഇനിയും പെയിൻറ്റഡ് ലുക്കിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. അപ്പറിൽ മെറൂൺ ഷെയ്ഡും ലോവറിൽ റെഡിഷ് മെറൂൺ ഷെയ്ഡിലുമാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലുക്ക്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. KSD 157 എന്ന കോഡിൽ ഹെവി ബ്ലൗസസ് ആണ് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ആയത് കാരണം ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. കഴിവതും റീസ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ വെക്കാം. ഉണ്ടെങ്കിൽ തന്നെയും പിന്നെയും നമ്മൾ അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രീ ബുക്കിംഗ് ഇതിനകത്ത് നമുക്ക് പോസിബിൾ അല്ല. കാരണം ടൈം ഫ്രെയിമിൽ ഫിനിഷ് ചെയ്ത് തരാനായിട്ട് കച്ച് വർക്കൊക്കെ ഇത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഈ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്തു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത ഈ സാരീസ്, കച്ച് വർക്ക് ചെയ്ത ഈ സാരീസ് നമ്മൾ പ്രീ ബുക്കിംഗ് ആയിരിക്കില്ല. ഇപ്പം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമായിരിക്കും നമുക്ക് സെയിൽസിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് റിപ്പീറ്റഡ് ബുക്കിംഗ് വരില്ല. ഓരോ കളേഴ്സും വെക്കുമ്പം ഇതിൽ ഏത് കളറാണ് കൂടുതൽ ഭംഗി എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ വന്നേക്കുന്ന ടിഷ്യൂ ലിനൻ ഫാബ്രിക്കിനകത്ത് ഹാൻഡ് കച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ് KSD 157 എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് 2929.